കത്തിതായിട നിന്റെ അച്ഛനാണാ പറയുന്നത്, കത്തിതായിട. വെള്ളിത്തിരയിൽ ഈ മുഖങ്ങൾക്ക് താരപരിവേഷം പകർന്നതിന് പിന്നിൽ വേലപ്പൻ എന്ന ഒരു ചമയകലാകാരന്റെ ആത്മസമർപ്പണമുണ്ട്. അരനൂറ്റാണ്ടിനുള്ളിൽ പല തലമുറകൾക്ക് നിറം ചാർത്തിയ വേലപ്പൻ ഇന്ന് കാഴ്ചയും കേൾവിയുമൊക്കെ കുറഞ്ഞ് തിരുവനന്തപുരത്ത് നേമത്തെ വീട്ടിൽ വാർദ്ധക്യം തള്ളി നീക്കുകയാണ്. 80-ാം വയസ്സിലും അവഗണനയുടെ തീച്ചൂളയിലാണ് ഈ അതുല്യ പ്രതിഭ. ആകെ ചലച്ചിത്ര അക്കാദമി നൽകുന്ന 1000 രൂപയുടെ പെൻഷൻ മാത്രമാണ് കലാരംഗത്തു നിന്ന് കിട്ടുന്ന ഏക സഹായം. ഒരു വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. അവർ 1000 രൂപ പെൻഷൻ തരും. എനിക്ക് 5 മക്കളുണ്ട്, അവരെല്ലാം തന്നു അങ്ങനെ കഴിയുന്നു. ഞാൻ ഒരു സഹായമില്ല. സഹായം വല്ലപ്പം തന്നെ മോഹൻലാൽ അതിന് 10,000 രൂപ തന്നിട്ട് പോകും ചിലപ്പോൾ വന്ന. അല്ല ഒറ്റ മമ്മൂട്ടി പേരിന് ആർക്കും വേണ്ട. അന്നിവിടെ വീട്ടിൽ വന്ന് കാവലിടക്കുമായിരുന്നു, വേറെ പെണ്ണെ വിളിച്ചോണ്ട് പോയി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാലിനും പടയോട്ടത്തിൽ മമ്മൂട്ടിക്കും വേലപ്പൻ സമയമണിയിച്ചു. ഉദയ, നവോദയ തുടങ്ങിയ നിർമ്മാണ കമ്പനികളുടെ ചിത്രങ്ങളിൽ ഈ കലാകാരന്റെ കയ്യൊപ്പ് പതിയാത്തവ അപൂർവം. കിരീടം എന്ന ചിത്രത്തിന്റെ വിജയാഘോഷവേളയിൽ സമ്മാനമായി കിട്ടിയ കിരീടം ഇന്നും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു ഈ കിരീടമില്ലാത്ത ചമയരാജാവ്. ഭാര്യ വിജയമ്മയുടെയും ചെറുമക്കളുടെയും സ്നേഹവാത്സല്യങ്ങൾക്ക് മുന്നിൽ വേദന കടിച്ചമർത്തുകയാണ് വേലപ്പൻ. വെള്ളിത്തിരയിൽ നിന്നാകുന്ന വിശ്രമജീവിതം നയിക്കുമ്പോഴും ചമയകലയെ പ്രണയിക്കുകയാണ് ഈ കലാകാരൻ. ഒട്ടേറെ പ്രതിഭകളെ ചലച്ചിത്ര രംഗത്ത് കൈപിടിച്ചുയർത്തിയതിന്റെ ചാരിതാർത്ഥ്യവുമായി. ക്യാമറമാൻ ജോസിനൊപ്പം ദീപു കല്ലിയൂർ, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.